എന്താ മോളെ ഇത്? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? നീ ഒന്ന് സമാധാനായിട്ടിരിക്കുക. സമാധാനിച്ചോ? കണ്ണ് നിറയെ കണ്ട് സമാധാനിച്ചോ? ഒരല്പം ജീവൻ കൂടി ബാക്കിയുണ്ട്. അത് തീർന്ന് കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്ക്. മതിയായില്ലേ നിനക്ക്? തൃപ്തിയായില്ലേ? എന്റെ ആങ്ങളെ ഈ പരുവത്തിലാക്കിയപ്പോ സമാധാനായില്ലേ? അവൻ ഒരിടം ഇല്ലാതാക്കിയില്ലേ? അവന്റെ ജീവിതം തകർത്തില്ലേ? എന്നിട്ട് വന്നിരിക്കുന്നു ചത്തന്നറിയാൻ. ഒന്ന് പോയി തരാമോ നീ? അവന്റെ ജീവനെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടിക്കോട്ടെ. ഇതൊരു ഹോസ്പിറ്റലാണ്. നീ വെറുതെ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട. വെറുതെ ആണല്ലേ ഞാൻ പറയുന്നൊക്കെ? വെറുതെ ആണല്ലേ ഒക്കെ? ഇവള് കാരണമല്ലേ എന്തൊക്കെ സംഭവിച്ചു? എന്നിട്ട് ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ ഇവള്. ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ലല്ലോ. നിന്നോട് നിർത്താനാ പറഞ്ഞത്. ഇല്ല, എനിക്കിനി അവൻ മാത്രമേ ഉള്ളൂ. എന്റെ ഗിരി മാത്രമേ ഉള്ളൂ. അവന് ജീവൻ വെച്ച് കളിക്കാൻ ഞാൻ ഇനി ആരും അനുവദിക്കില്ല. ഒരുത്തെ അനുവദിക്കില്ല. എനിക്കറിയണം ഇവളുടെ ഉദ്ദേശം എന്താന്ന്. എനിക്കറിയണം. ഇവൾ എല്ലാരും കൊല്ലും, എല്ലാം നശിപ്പിക്കും. ചലു 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 മോളെ, എന്താ? ആ സിഐയുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്തുത്തരം പറയും? അതാ ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോ ഒരു നിമിഷം കൊണ്ടെല്ലാം. ഹരിത മദർ, ഈ ദശാസന്ധിയിൽ നിന്ന് എങ്ങനെ നമ്മൾ കര കയറിയേ പറ്റൂ. കർത്താവ് നമ്മളോടൊപ്പം ഉണ്ടാവും മദർ. മദറേ, 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 അറിഞ്ഞോ? വലിയ കഷ്ടമായി പോയി മദറേ. എന്താ ബിലിപ്പോസേ, എന്തു പറ്റി? അപ്പോഴാരും അറിഞ്ഞില്ലേ? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അയ്യാക്കത് പറ്റണം. ആ ഗിരി സാറിന് അപകടം പറ്റി. കാർ ആക്സിഡന്റാ. സീരിയസാ. ആള് തട്ടിപ്പോകുന്നാ കേട്ടത്. അല്ല, തട്ടിപ്പോകുന്നതാ നല്ലത്. ഈ പരുവത്തിൽ ജീവിച്ചിരുന്നിട്ടും കാര്യമൊന്നുമില്ല. നീ കരുനാക്ക് വളച്ചൊന്നും പറയാതെ. പിന്നെ പറയാതെ, പാവപ്പെട്ട ഒരു പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ച ആളല്ലേ. അതിന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞും ചത്തുപോയി. പാവൻ രേണുക അതിന് തലയ്ക്ക് വെളിവില്ലാതെ താലോലത്ത് കിടക്കുക. മദറിനറിയോ? അതിനുള്ള ശിക്ഷയാ കിട്ടിയത്. പണ്ടത്തെ പോലെ അല്ല. ശിക്ഷ അപ്പ കൊടുത്തു വിടും കർത്താവ്. കർത്താവേ, നീ എന്നോട് പൊറുക്കണമേ. ദൈവം അവൻ അറിഞ്ഞു കൊടുത്ത ശിക്ഷ തന്നെ അത്. നല്ല ഉറക്കമാണല്ലേ? പാവം, ഉറങ്ങിക്കോട്ടെ. അല്ലാതെ പറ്റില്ലല്ലോ. മരുന്നിന്റെ സഹായം കൊണ്ടെങ്കിലും നന്നായി ഉറങ്ങിക്കോട്ടെ. ആ, നീ ഒരു കാര്യം അറിഞ്ഞു മീനാക്ഷി? ആ ഗിരിയില്ലേ, അയാളൊരു ആക്സിഡന്റിൽ പെട്ടു. ഗുരുതരമാണെന്നാ കേട്ടത്. ഒന്നും പറയാറായിട്ടില്ലത്രേ. പറയാൻ പാടില്ലാത്തതാ. എങ്കിലും പറയാതിരിക്കുന്നത് എങ്ങനെയാ? ഇപ്പോ എനിക്കൊരു കാര്യം ഉറപ്പാകുന്നു മീനാക്ഷി. രേണുകയെ കൊല്ലാൻ ശ്രമിച്ചത് തന്നെ ആയിരിക്കണം. മനുഷ്യന്റെ കോടതിക്കും ന്യായവിധികൾക്കും ഒക്കെ അപ്പുറം ഒന്നുണ്ടല്ലോ. ഇപ്പോ ഈ വിധി നടപ്പാക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ കോടതിയാണ്. ആ വലിയ ന്യായാധിപനാണ്. ആരൊക്കെ എന്തൊക്കെ മൂടി വെച്ചാലും ആർക്കും ആ കണ്ണുകളെ മറയ്ക്കാനാവില്ലല്ലോ. പാവം, ഇവൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവണം. ഇപ്പോഴും അനുഭവിക്കുകയല്ലേ? ദൈവം ഇത് കാണുന്നുണ്ടാവില്ലേ? എനിക്ക് ഉറപ്പുണ്ട് മീനാക്ഷി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ടീച്ചർ ഇവിടെ ഇല്ലാതിരുന്നത് തന്നെ നന്നായി. ഇല്ലെങ്കിൽ രേണുകയുടെ ഈ അവസ്ഥ കണ്ടാൽ ടീച്ചർക്ക് സഹിക്കുമായിരുന്നു. രേണുകയുടെ അസുഖമൊക്കെ ഭേദമായിട്ട് ടീച്ചർ വന്നാൽ മതി.
സാരമില്ല, ഒരു ജലദോഷ വേഗം മാറിക്കോളും. ഇതൊന്നും ശീലമില്ലല്ലോ. വെള്ളം മാറിയുള്ള കുളിയും അലച്ചിലും പിന്നെ പകുതിയും മനസ്സിൻ്റെതാ. മനസ്സിന്റെ പിരിമുറുക്കം ഇതുവരെ അങ്ങോട്ട് ഒഴിഞ്ഞില്ല അല്ലേ? ഇതങ്ങോട്ട് കുടിച്ചോളൂ. പച്ചമരുന്നാ. ഒന്നുമില്ലെന്ന് അങ്ങോട്ട് വിചാരിക്കുക. എന്നിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കോ. ആ, ഉറക്കം കഴിയുമ്പോഴേക്കും ഒക്കെ ഭേദാവും. ഉറങ്ങാനൊക്കൊന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ടാത്ത ചിന്തകളൊന്നും തോന്നാണ്ടിരുന്നാ മതി. ഉറക്കം താനേ വന്നോളും. പ്രാർത്ഥിച്ചോളൂ മോളെ. നന്നായിട്ട് പ്രാർത്ഥിച്ച് കണ്ണടച്ച് കിടന്നോളൂ. ഞാൻ ഇപ്പൊ വരാം. അമ്മേ, അമ്മ കുറച്ചു നേരം എൻ്റെ അടുത്തൊന്നിരുന്നാൽ മാത്രം മതി. എന്നാലും ഇത് വലിയ കഷ്ടമായി പോയല്ലോ അച്ചായ. ആ കുടുംബത്തിന്റെ കഷ്ടകാലം ഇനിയും തീർന്നിട്ടുണ്ടാവില്ല. കൊലക്കുറ്റത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതേ ഉള്ളൂ. അപ്പോഴേക്കിതാ വരാനുള്ളത് വഴി തങ്ങത്തില്ലെന്നല്ലയോ മോളിക്കുട്ടി. ഗിരിക്കിത് വരാനിരുന്നു. ജയിലിലായിരുന്നെങ്കിലേ ഇങ്ങനെ വല്ലതും സംഭവിക്കുമായിരുന്നു. ഇതിനും പഴി കേൾക്കുന്നത് പാവശാലിനിയായിരിക്കും. കഞ്ചനയും ഗംഗയും അവളെ വെറുതെ വിടുവോ? ജാതകം ദോഷം എന്നൊക്കെ പറഞ്ഞ് നടക്കുമല്ലേ രണ്ടും. എന്നാലും ആ ഗംഗയ്ക്ക് വന്ന മാറ്റമാണ് ഞാൻ ആലോചിക്കുന്നത്. സംസർഗ ഗുണം അല്ലാതെന്താ. ചന്ദനത്തിന്റെ കൂടെ നിൽക്കുന്ന അകലിനും ആ വാസന ഉണ്ടാകുന്നല്ലേ പണ്ടേ പറയാറുള്ളത്. ആര്? കഞ്ചനയാണോ അച്ചായൻ ചന്ദനമെന്നൊക്കെ പറയുന്നത്? അവരെ വല്ല കാഞ്ഞിരത്തോടോ ചൊരണത്തോടോ ഒക്കെയാ ഉപമിക്കേണ്ടത്. അതും ശരിയാ. ഇച്ചായൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നോ? പിന്നെ പോകാതെ. പക്ഷേ കാണാനൊന്നും പറ്റിയില്ല. ഐസിയുല. ഡോക്ടർ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ മോളിക്കുട്ടി, കുറച്ച് സീരിയസാ. ഒന്നും പറയാറായിട്ടില്ല. എന്റെ കർത്താവേ, അരുതാത്ത ഒന്നും സംഭവിക്കല്ലേ. പറക്കം പറ്റാത്ത ഒരു കുഞ്ഞുള്ളതാ. എന്റെ സംശയം മറ്റൊന്നാ മോളിക്കുട്ടി. എന്ത്? ഇതൊരു ആത്മഹത്യാശ്രമമായിരുന്നില്ലേ എന്നൊരു ഡൗട്ടുണ്ട്. അച്ഛൻ എന്താ ഈ പറയുന്നേ? അല്ല മോളിക്കുട്ടി, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊലക്കുറ്റം സ്വയം ഏറ്റു പറഞ്ഞവനാ ഗിരി. ആരൊക്കെ പറഞ്ഞിട്ടോ അത് തിരുത്തി പറയാനോ അപ്പീൽ കൊടുക്കാനോ പോലും അയാൾ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് രേണുക തിരിച്ചു വന്നെങ്കിൽ തന്നെയും അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷന് കാരണക്കാരൻ താനാണല്ലോ എന്നുള്ള കുറ്റബോധം ഗിരിയെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ടാകും. കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ആ കേസ് അയാളുടെ ജീവിതത്തിലുണ്ടാക്കിയ കളങ്കവും ചെറുതല്ലല്ലോ. പിന്നെ കുടുംബത്തിലെ സ്വസ്ഥതയില്ലായി ഒറ്റപ്പെടലും ഒക്കെ മറ്റൊരു കാരണവും ആകാം. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. ശാലിനെയും കുഞ്ഞിനെയും കുറിച്ചെങ്കിലും ഗിരി ഓർക്കാതിരിക്കുവോ? അന്ന് കൊലക്കുറ്റം സ്വയം ഏറ്റു പറയുമ്പോഴും പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നപ്പോഴും അയാൾ അവരെ കുറിച്ച് ഓർത്തില്ലല്ലോ. ചില മനുഷ്യർ അങ്ങനെയാണ് മോളിക്കുട്ടി. സ്വന്തം ചിന്താഗതിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ഓർക്കാറില്ല. ദേ നമ്മുടെ മോളെ പോലെ. മേ ഐ കമ്മിങ് ഡോക്ടർ? യെസ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഇരിക്കൂ. ഡോക്ടർ കാണണമെന്ന് പറഞ്ഞു. ഗിരി താങ്കളുടെ ബ്രദറിലോ ആണെന്നല്ലേ പറഞ്ഞത്? അതെ ഡോക്ടർ, എൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡാണ്. തിരിച്ചും. ഓ, ഐ സി. എന്താണ് ഡോക്ടർ? മിസ്റ്റർ ശ്യാം, ഗിരിയുടെ കണ്ടീഷൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്.
അരയ്ക്ക് താഴോട്ട് ചലനശേഷി ഏതാണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ, ടെൻഷൻ ആകണ്ട. പൂർവ്വസ്ഥിതിയിലെത്താൻ കുറച്ച് കാലതാമസം വേണ്ടിവരും. നല്ല ശ്രദ്ധയും വിദഗ്ധ ചികിത്സയുമാണ് ഇപ്പോൾ ആവശ്യം. അതിനുള്ള എക്യുപ്മെന്റ്സും ഫെസിലിറ്റീസും ഒന്നും തൽക്കാലം ഇവിടെ ഇല്ല. സോ മറ്റേതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് ഗിരിയെ മാറ്റുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, അത് വറീഡ് ആകാതിരിക്കും ശ്യാം. നമ്മുടെ വൈദ്യശാസ്ത്രം ഒരുപാട് മുന്നിലല്ലേ. പല കേസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതെത്രയോ നിസ്സാരം. എവിടേക്കാണ് ഡോക്ടർ ഞങ്ങൾ ഗിരിയെ കൊണ്ടുപോകേണ്ടത്? എവിടെ കൊണ്ടുപോകാനും ഞങ്ങൾ ഒരുക്കാണ്. എവിടേക്കാണെങ്കിലും ഗിരിയെ ഞങ്ങൾക്ക് രക്ഷിച്ചേ പറ്റൂ. ഞാൻ സെഞ്ചുറിയിലേക്ക് എഴുതിത്തരാം. ഡോക്ടർ ഷിബു ജയരാജ് എന്റെ ഫ്രണ്ടാണ്. ഇത്തരം കേസുകൾ അദ്ദേഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ മിസ്റ്റർ ശ്യാം, അധികം വൈകണ്ട. വേണ്ട പ്രിപ്പറേഷൻസ് എടുത്തോളൂ. ശരി. ധൈര്യമായിരിക്കും ശ്യാം, ഒക്കെ ശരിയാവും.